ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് പാലക്കാടൻ മുളക് വറുത്ത പുളിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ പണ്ട് കാലത്ത് ചെയ്ത പോലെയുള്ള മുളക് വറുത്ത പുളിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കണ്ടേ? വരൂ, കാണിച്ചു തരാം. ചെറിയ ഉള്ളി, ചുവന്ന മുളക്, കറിവേപ്പില, ഒരു വലിയ നെല്ലിക്ക പരുവത്തിലുള്ള വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾക്ക് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പുളിപ്പൊക്കെ കറക്റ്റായിരിക്കും. അപ്പം നമുക്ക് ഇത്രയും പുളി ഉണ്ടെങ്കിൽ 1 ലിറ്റർ മുളക് വറുത്ത പുളി ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് പഴയ കാലത്തൊക്കെ പച്ചമുളക് ഉപയോഗിക്കില്ല. പിന്നെ ഈ ചുവന്ന മുളക് മാത്രമാണ് എരിവിനായിട്ട് ഉപയോഗിക്കുക. ഇനി ഞാൻ കടുക് താളിക്കുന്നത് കാണിച്ചു തരാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. അതിനുശേഷം നമ്മൾക്ക് താളിച്ചു കൊട്ടാം. അപ്പം നമ്മൾക്ക് നാടൻ മുളക് വറുത്ത പുളിക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വെന്തയവും ജീരകവും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് വീതം മതി. ഇതിൽ വെന്തയമാണ് മെയിൻ രുചി കിട്ടാനുള്ള കാരണം. അതും കൂടെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പാലക്കാടൻ മുളക് വറുത്ത പുളി ഉണ്ടല്ലോ, അത് വന്നിട്ട് ബാച്ചിലേഴ്സിനൊക്കെ കൊണ്ടുപോകാനും ഒഴിച്ച് കഴിക്കാനൊക്കെ സൂപ്പറായിരിക്കും. ഇത് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാവുകയും ചെയ്യും. പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലത്തെ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് താളിച്ചെടുക്കണം. അത്രേ സമയം വേണ്ടു ഇതിന്. അപ്പം ഈ ഉള്ളിയും മുളകും കറിവേപ്പിലയും വെന്തയം കടുക് ജീരകം ഇത്ര മാത്രം. അപ്പം ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരം മൂക്കിലോട്ട് കയറുകയാണ്, അതിൻ്റെ മണം. കണ്ടില്ലേ? ഇതുപോലെ ഒരു മിനിറ്റ്. അപ്പം നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ മുളക് വറുത്ത പുളി തിളയ്ക്കാനേ പാടില്ല. ഈ പാത്രത്തിൻ്റെ ഓരത്തൂടെ ഒരു പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കണം. ഇതിൽ നമ്മൾ വന്നിട്ട് കുരുമുളകോ അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കണില്ല. പാലക്കാടൻ പഴയ രീതിയിലുള്ള മുളക് വറുത്ത പുളി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. പിന്നെ ആ പച്ചമുളകിൻ്റെ പകരം ഈ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണവും ഉണ്ടാവും ആ എണ്ണയിൽ മൊരിഞ്ഞിട്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് അത് ചെയ്യുന്നത്. നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം. ഞാനിട്ടത് കറക്റ്റാണ്. നിങ്ങളും അതുപോലെ ഒക്കെ നോക്കിയിട്ട് ചെയ്യുക. നമ്മൾക്ക് ആവശ്യമാണ് എങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അത് ചെയ്യുന്നില്ല. ഒന്ന് ചൂടായിക്കോട്ടെ. ഇതാ കണ്ടില്ലേ? ഈ മുളക് വറുത്ത പുളി ആ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം. ഒരുപാട് തിളച്ച് പോകരുത്. അപ്പോൾ നമ്മുടെ മുളക് വറുത്ത പുളി ആയല്ലോ. എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ഇത് ആവുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സ് പൊതുവെ പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.